തൃശൂർ പൂരം വെടിക്കെട്ട് നിയമങ്ങൾ പാലിച്ച് നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിലപാട് രേഖപ്പെടുത്തിയ ശേഷം ഹൈക്കോടതി കേസ് അവസാനിപ്പിച്ചു. ബിനിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിയമം പാലിച്ച് വെടിക്കെട്ട് നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്താണ് ബിനിൽ വിശദാംശങ്ങൾ? അഭിലാഷ്, തൃശൂർ പൂരം വരാനിരിക്കുകയാണ്. അപ്പോഴാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയത്. ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട ആ നിയമവ്യവസ്ഥ തൃശൂർ പൂരം വെടിക്കെട്ടിൽ പാലിക്കുന്നില്ല എന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം. അതുകൊണ്ട് തന്നെ ഈ പൂരത്തിന്റെ വെടിക്കെട്ട് തടയണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ ഹർജി കോടതിയിലേക്ക് എത്തിയത്. അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി നിലപാട് വ്യക്തമാക്കിയത് തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഈ ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കും എന്ന് കോടതിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത്. അതായത് നിയമങ്ങൾ പാലിച്ചായിരിക്കും വെടിക്കെട്ടെന്നതാണ് സർക്കാർ കോടതിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ ഹർജി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തൃശൂർ സ്വദേശിയായ വെങ്കിടാചലം ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നത് രാത്രി 10-നും പുലർച്ചെ 6-നും ഇടയിൽ വെടിക്കെട്ട് നടത്താൻ കഴിയില്ല, അത് നിയമവിരുദ്ധമാണ് എന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്തായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയിൽ എടുത്തിരിക്കുന്നത് നിയമം പാലിക്കുമെന്ന വാദമാണ്. അത് അംഗീകരിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇനി നിയമലംഘനമുണ്ടായാൽ ഹർജിക്കാരന് കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതി ക്ലോസ് ചെയ്തത്. ഹൈക്കോടതി ആ ഹർജി തീർപ്പാക്കിയിരിക്കുകയാണ്. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതമായി നടക്കും.